let's have a chit chat at the end of the year. 2025 എനിക്ക് ബോത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അപ്സ് ആയിരിക്കും കൂടുതൽ. ഞാൻ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഇയറായിരുന്നു 2025. നിങ്ങൾക്കും കുറേ അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടായിരുന്നൊരു ഇയർ ആയിരിക്കും 2025 അല്ലേ? അയ്യോ കണ്ണിക്കുത്തിന്. എനിക്ക് അപ്സ് എന്ന് പറയാനായിട്ട് ഞാൻ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഇയറാണ് 2025. എന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയൊരു വർഷമാണ്. എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് എങ്കിലും ഐ കുഡ് ഗോ. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ എക്സാംസ് എനിക്ക് പാസ്സാകാൻ പറ്റി. എൻ്റെ ടഫായിട്ടുള്ള കുറേ എക്സാംസ് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ശരിക്കും ഞാൻ വിചാരിച്ചില്ല എനിക്കങ്ങനെ പറ്റുന്ന. എൻ്റെ കരിയർ വൈസ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു ജോബായിരുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു പൊസിഷനിലോട്ടല്ലായിരുന്നു ആക്ച്വലി അപ്ലൈ ചെയ്തത്. പക്ഷേ ക്വാളിഫിക്കേഷൻ കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ഐ വാസ് ആപ്റ്റ് ഫോർ ദാറ്റ്. അങ്ങനെ കിട്ടിയൊരു ജോലിയായിരുന്നു എനിക്ക്. ഓക്കെ, പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. കുറേ കാര്യങ്ങൾ പഠിച്ചും പാളിച്ചകൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട് ഫിനാൻഷ്യൽ കാര്യത്തിൽ. പക്ഷേ അതിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കാൻ പറ്റി. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് കാര്യം ഞാൻ 2025 ചെയ്തത്, എനിക്ക് മോഹിനിയാട്ടം പഠിക്കണം വലിയ ആഗ്രഹമായിരുന്നു. ഭരതനാട്യം ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ മോഹിനിയാട്ടം കൂടി പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ കണ്ണ് കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു, അയ്യോ മോഹിനിയാട്ടം പഠിക്കുന്നുണ്ടോ കുട്ടി. അങ്ങനെ ലാസ്റ്റ് നമ്മളങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ഇതൊക്കെ ഭയങ്കര സില്ലിയായിട്ട് പറയുന്നെങ്കിൽ എൻ്റെ കൃഷ്ണ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണതിൽ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ നടക്കുമെന്ന് വിചാരിച്ച കാര്യമേ അല്ല. അത് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്നെ കൂടുതൽ ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു വർഷം 2025. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ആ ഒരു ചേഞ്ച് എന്നിൽ ഞാൻ വരുത്തിയൊരു വർഷം 2025. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3.5 years അപ്പോൾ അന്നുണ്ടായിരുന്ന സ്നേഹത്തിനേക്കാളും അതിൻ്റെ ഇരട്ടി സ്നേഹവും പ്രണയവും ഒക്കെ ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു ഇയറാണ് 2025. അതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ബട്ട് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. ബിക്കോസ് ഓൾറെഡി എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൂടെ ആഡ് ചെയ്യേണ്ട അങ്ങനെയുള്ളൊരു ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരാൾ എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നു. ഒരു നല്ലൊരു ഫ്രണ്ട്. നമ്മൾ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ പറയുക, നമ്മൾ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കും, നമ്മളുടെ ബാക്കിൽ നിന്നൊരു ബാക്ക് സ്റ്റാബ് ചെയ്യില്ല എന്നുള്ള ഒരാളായിരിക്കുമല്ലോ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വരുന്നത്. അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയൊരു ഇയറാണ് 2025. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാളായിരുന്നു ഞാൻ. ദേഷ്യം എന്ന് വെച്ചാൽ ടാൻഡ്രം, പിടിവാശി എന്നൊക്കെ വേണം നമുക്ക് പറയാം. അതൊക്കെ ഞാൻ റിയലൈസ് ചെയ്തിട്ട് അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് 2025. അതെനിക്ക് കിട്ടിയൊരു ബോണസ് പോയിന്റ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. പണ്ടൊക്കെ പാരൻസും എല്ലാവരും ഇങ്ങനെ പറയും അത് മാറ്റണം, ആ ഒരു പിടിവാശി അത് നല്ല മാറ്റണം എന്നൊക്കെ പറയുമെങ്കിൽ ഞാനിങ്ങനെയാണ്, ഞാൻ എന്തിനു മാറണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്ത ഒരു ഇയറാണ് 2025. റിയലൈസ് ചെയ്തതെന്ന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തൊരു ഇയർ കൂടിയാണ് 2025. സോ ഞാനതൊരു ബോണസ് പോയിന്റ് ആയിട്ട് എടുക്കുകയാണ്, ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുകയാണ്. ഫിനാൻഷ്യലി കുറച്ച് നന്നായിട്ട് അൺസ്റ്റേബിൾ ആയ ഒരു ഇയർ ആയിരുന്നു 2025. പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ, എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, എന്തുകൊണ്ട് അങ്ങനത്തെ ലോസ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ. ഒരു നട്ഷെല്ലിൽ പറയുവാണെങ്കിൽ കുറേ അപ്സും കുറേ ഡൗൺസും ഉണ്ടായ ഒരു വർഷം 2025. പക്ഷേ ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ഐ എം സോ താങ്ക്ഫുൾ ഫോർ ഓൾ ദ പോസിറ്റീവ് ദാറ്റ് ഐ ഹാവ് ഗോട്ട് ഫ്രം 2025 ആൻഡ് ഓൾ ദ നെഗറ്റീവ്സ് also that I have got from 2025. But I'm so thankful that I could learn a lot from that negatives that has happened. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ 2019 ഉണ്ടാക്കിയ ഒരു എന്താ പറയുക, ഒരു ഡയറി ഒരു സാധനം ഉണ്ടാക്കിക്കും. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടത്, എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഞാനൊരു എന്താ പറയുക വിഷൻ ബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യമായിട്ട് എഴുതിയതല്ല. എനിക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, നേടേണ്ട കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ഇങ്ങനെ ടിക്സ് മാർക്സ് വന്നപ്പോഴത്തേക്കിനും കുറേ ടിക്ക് മാർക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അതിൽ ടിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പോൾ നിങ്ങളും ഒരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിന് കുറേ പിക്സും കാര്യങ്ങളും ഗൈഡൻസും ഒക്കെ നമുക്ക് ഗൂഗിളിൽ നിന്നും ചാറ്റ് GPT ഒക്കെ കിട്ടും. അങ്ങനെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക, റെസൊല്യൂഷൻ. ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര
പറ്റും എന്നൊക്കെയുള്ളൊരു വൈബ് തോന്നി. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം. പക്ഷെ നമ്മുടെ എഴുതി വെക്കുമ്പോഴത്തേക്കും നമ്മൾ എഴുതി വെച്ചാൽ നമ്മളെ പ്രയത്നിക്കാൻ വേണം. പക്ഷേ എഴുതി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. വിഷൻസ് ഒക്കെ എടുക്കുക. വിഷൻ ബോർഡ് എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് എന്തൊക്കെ നേടണം 2026 ഞാനിപ്പോൾ 2026 നമുക്ക് എന്തൊക്കെ നേടണം, എന്തൊക്കെ ചെയ്യണം, നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. അതിന് വിഷൻ ബോർഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ബിക്കോസ് എനിക്ക് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അറ്റ്ലീസ്റ്റ് തോന്നുമല്ലോ ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന് വേണ്ടി ഇതൊക്കെ ചെയ്യണമല്ലോ, ഇതൊക്കെ കിട്ടണമല്ലോ നമുക്കെന്ന്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഫോഴ്സ്, ആ ഒരു എന്താ പറയുക, നമ്മളെ പുറകിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്യണമല്ലോ, ആ ഒരു പുഷ് കിട്ടാനായിട്ട് ഈ ഒരു വിഷൻ ബോർഡ് ഇറ്റ് വിൽ ഹെൽപ്പ്. 2026 പ്രോമിസ് ടു മൈസെൽഫ് എന്ന് പറഞ്ഞു കാണാൻ പറ്റുമോ? കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എൻ്റെ 2026 എന്നോട് തന്നെയുള്ള പ്രോമിസസും എനിക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളും നേടേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, സോ 2026 നമുക്ക് തൂക്കണം. അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് 2026 വെൽക്കം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ക്ലെൻലിനെസ്, ഒരു ഓവറോൾ ക്ലെൻലിനെസ് നമുക്ക് വരുത്തണം. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ്, ബോഡി, നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം. മൈൻഡിൻ്റെ കാര്യം ഞാൻ പറയാം. നമുക്ക് കുറേ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ, ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ എല്ലാത്തിനും ഒരു ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള, ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന നെഗറ്റീവിൻ്റെ കൂമ്പാരം കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്തയും ഓവർ തിങ്കിങ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതിന് മൈൻഡ് സെറ്റാക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ചെയ്തത്, നമുക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടായിട്ടുള്ളത്, നമുക്ക് കുറേ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ പാസ്റ്റിൽ, മീൻസ് 2025. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളും, സങ്കടങ്ങൾ, നെഗറ്റീവ്സ് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാനൊരു പേപ്പറിൽ എഴുതി വന്നപ്പോൾ ഐ ലിറ്ററലി ക്രൈഡ്. നമുക്ക് കരഞ്ഞതെല്ലാം അങ്ങോട്ടേക്ക് തീർക്കാം. ഞാൻ എഴുതി എൻ്റെ എല്ലാം കളഞ്ഞിട്ട് അത് എഴുതുമ്പോഴേക്കും നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സങ്കടം വരും അല്ലേ. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. അങ്ങനെ എഴുതിയിട്ട് യു ക്യാൻ ക്രൈ, നോ പ്രോബ്ലം അറ്റ്. അതെല്ലാം എഴുതി കഴിയുമ്പോൾ നമുക്കതൊന്ന് കത്തിച്ച് കളയാം. എന്നുവെച്ചാൽ അത് നിങ്ങളുടെ മനസ്സിങ്ങനെ ടോട്ടലി ഇങ്ങനെ പോകും അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമുക്ക് ശരിക്കും ഒരു ആശ്വാസം കിട്ടും. ഞാൻ അതിൻ്റെ ഒരു തെളിവാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടി. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതൽ നമ്മൾ 24/7 നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫോണല്ല. ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും എനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. കുറേ അൺവാണ്ടഡ് കോൺടാക്ട്സ് ഉണ്ട് അല്ലേ. നമുക്ക് ചിലപ്പോൾ അവരെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വൈബ് തോന്നുന്ന, പ്രത്യേകിച്ച് പ്രയോജനങ്ങളും ഒന്നുമില്ലാത്ത, എന്ന് വെച്ചാൽ പ്രയോജനമില്ലാത്ത എല്ലാവരെയും നമ്മുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് കോൺടാക്ട്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ മൊബൈലിൽ. സോ എയ്തർ യു ക്യാൻ ബ്ലോക്ക് ദം ഫ്രം ഓൾ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഓർ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ അവരുടെ നമ്പർ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇതിപ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇറ്റ് റിയലി വർക്ക് ഫോർ മീ. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഇന്നർ പീസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമുക്ക് ശരിക്കും ആശ്വാസം തോന്നും. സോ അങ്ങനൊരു ക്ലീനിങ് കൂടെ നിങ്ങൾ നടത്തുക. പിന്നെ ബോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരു സെൽഫ് കെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ ശരിക്കും നമ്മൾ വേണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് വരുന്ന ആ ഒരു ചേഞ്ചും എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഒരു സെൽഫ് കെയർ ഇതുവരെ തുടങ്ങാത്തൊരു കാര്യമാണെങ്കിൽ തുടങ്ങുക. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സറൗണ്ടിങ് ആണ് അല്ലേ. സറൗണ്ടിങ് എന്ന് ബേസിക്കലി നമ്മുടെ വീടും പരിസരവും അതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ഡ്രസ്സസ് കാണും, കുറേ സാധനങ്ങൾ കാണും, പിന്നെ പൊട്ടിയും ഒക്കെ കിടക്കുന്ന കുറേ ഐറ്റംസ് കാണും. അതൊക്കെ എടുത്ത് കളയുക. നമ്മൾ ഉപയോഗിക്കാത്ത നല്ല ഡ്രസ്സസൊക്കെ ആണെങ്കിൽ അത് ഈ ഓർഫനേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ ഡൊണേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടും, അവർക്കും അത് യൂസ്ഫുള്ളാണ്. നമ്മൾ എന്തിനാ വെറുതെ വേസ്റ്റ് ആയി കളയുന്നല്ലേ. അങ്ങനെ കുറേ കാര്യം നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വേണ്ട. എന്തിനാ അത് വെറുതെ അങ്ങനെ അടിഞ്ഞുകൂടി കിടന്നിട്ട് യാതൊരു പ്രയോജനമില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് കളയുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അവർക്ക് കൊടുക്കുക, നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ അവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക. ഓക്കെ,
അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ടു വെൽക്കം 2026. സോ എനിക്ക് തോന്നുന്നു ഓവറോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഏകദേശം ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനിത് എൻ്റെ കഴിഞ്ഞ ഓഫ് കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് ചാറ്റ്. ഓക്കെ, സോ 2025 ലാസ്റ്റ് വീഡിയോയാണ്. 2025 നമുക്ക് കുറേ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവ്സിൽ വി ഹാവ് ടു ബി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. നെഗറ്റീവ്സിലും വി ഹാവ് ടു ബി താങ്ക്ഫുൾ ബിക്കോസ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ആ നെഗറ്റീവ്സ്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റി കാണും. സോ നമ്മളതിന് ആ ഒരു മിസ്റ്റേക്സ് നമ്മളിനി റിപ്പീറ്റ് ചെയ്യില്ല അല്ലേ. സോ വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ആൻഡ് 2026 നമുക്ക് തൂക്കണം. യെസ്, ഓക്കെ. എല്ലാവരും വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുക, റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുക, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കൺസിസ്റ്റൻസിയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. നമ്മളുടെ കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു 10 മിനിറ്റ് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളായിരിക്കും. പക്ഷേ 10 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യുക, ദാറ്റ് ഇസ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനും മടിയും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ചുരുക്കായിട്ട് 2026 we're gonna welcome 2026 together. Okay, so all the best for everyone. Bye bye.